ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടിയോ എന്നൊരു വലിയ ചോദ്യമുണ്ട്. നമ്മൾ ഒരു ചർച്ചയിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം രാഹുലിൻ്റെതിനേക്കാൾ കൂടിയപ്പോൾ വഖഫ് പോലെ സ്വന്തം വീടും പറമ്പും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടായിട്ട് പോലും ക്രിസ്ത്യാനികൾ കോൺഗ്രസ്സിന് തന്നെ പരമ്പരാഗത രീതിയിൽ വോട്ട് ചെയ്തോ എന്ന ആശങ്ക പങ്കുവെക്കുന്ന ഒരു സംഭാഷണം നടത്തിയിരുന്നു. പക്ഷെ അങ്ങനെയല്ല എന്നിപ്പോൾ മാഷനോട് പറയുന്നു. എന്താ അടിസ്ഥാനം? ഇപ്പോൾ കേരളത്തിൽ നടന്ന ബൈ ഇലക്ഷൻ്റെ ദി മോറൽ ഓഫ് ദി സ്റ്റോറി വേണമെങ്കിൽ നമുക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഭയങ്കര വോട്ട് കിട്ടി അങ്ങനെ പലതും പറയാം. പക്ഷേ അതിനേക്കാൾ ഒക്കെ കൂടുതലായിട്ട് റീഡിങ് ബിറ്റ്വീൻ ദി ലൈൻസ്, വരികൾക്കിടയിൽ വായിക്കുമ്പോൾ ഉള്ള മോറൽ ഓഫ് ദി സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിൻ്റെ കേസിൽ വളരെ ക്ലിയർ ഷിഫ്റ്റിംഗ് ഓഫ് ലോയൽറ്റി സംഭവിച്ചിട്ടുണ്ട്. വളരെ ക്ലിയറായിട്ട് അത് BJPക്ക് അനുകൂലമായിട്ട് വളരെ ക്ലിയറായിട്ട് ലോയൽറ്റിയിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതാണ് ദി മോറൽ ഓഫ് ദി സ്റ്റോറി. അപ്പോൾ പലരും നമ്മുടെ നാട്ടിൽ ചർച്ച നടക്കുന്നത്, പ്രത്യേകിച്ച് മലയാളം ചാനലുകളിലൊക്കെ നടക്കുന്ന ചർച്ചയിൽ പറയണത് BJP തകർന്നു പോയി, വഖഫ് ഒന്നും ഏറ്റിയില്ല, വർഗീയ ധ്രുവീകരണം ഉണ്ടായില്ല, ക്രിസ്ത്യാനി അങ്ങനെയൊന്നും അറിയത്തില്ല എന്നൊക്കെ വലിയ നറേറ്റീവ്സ് നടക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞ് സ്ഥാപിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ ഓൾ ഇന്ത്യ ലെവലിൽ വന്ന ചേഞ്ച് ഒന്നും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണെങ്കിൽ 5-4 സീറ്റ് വീതം കിട്ടിയിട്ടുണ്ട് BJPക്ക്. അതിലും ഗംഭീരമാണ് ബീഹാർ, ആസാമിലൊക്കെ. കാരണം 4 സീറ്റ് വീതമാണ് അവിടെ മത്സരം നടന്നത്. എല്ലാ സീറ്റുകളും ബീഹാറിൽ, ആസാമിലും കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി ആൾക്കാർ ശ്രദ്ധിക്കാനില്ല. പിന്നെ UPയിലാണെങ്കിൽ 9-7 സീറ്റ് കിട്ടി. അതേപോലെ രാജസ്ഥാനിലാണെങ്കിൽ 7-5 സീറ്റ് കിട്ടി. അപ്പോൾ ആരും പറയുന്നത് കർണാടകയിൽ 3 സീറ്റും ബംഗാളിലെ സീറ്റുകളും കോൺഗ്രസിന് അല്ലെങ്കിൽ തൃണമൂലിന് കിട്ടിയത്. ബംഗാൾ ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗം അല്ല. അത് നമ്മൾ ഈ ഗ്രേറ്റർ കൊച്ചിൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്നുള്ള രീതിയിൽ ബംഗാളിനെ കാണേണ്ടത് ആവശ്യമുള്ളൂ. കാരണം അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നു, അവർക്ക് കാർഡുകൾ കൊടുക്കുന്നു, ഐഡൻറ്റിറ്റി കാർഡും കൊടുക്കുന്നു. അപ്പോൾ ബംഗാളിലെ ഈസ് എ ഡിഫറെൻറ്റ് കേസ്. അത് മൊത്തം ഇന്ത്യയുടെ ഒരു സിംറ്റമാറ്റിക് എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ ലെവലിൽ ഇത്രയും ഗംഭീര വിജയം കിട്ടി, അതും ശ്രദ്ധിക്കുന്നില്ല. അതേസമയം കേരളത്തിൽ BJP തകർന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ പാലക്കാടാണ് അതിൻ്റെ ഏറ്റവും നല്ല ഒരു ഐക്കോണിക് കേസായിട്ട് പറയുന്നത്. പാലക്കാടാണ്. അതായത് പാലക്കാട് ആകെ തകർന്നു പോയി. കാരണം കഴിഞ്ഞ ഇലക്ഷനിൽ ഏകദേശം 4000 വോട്ടിന് ഷാഫി പറമ്പിൽ വിജയിച്ചിരുന്ന സീറ്റാണ്. ഈസിയായിട്ട് BJPക്ക് ജയിക്കാവുന്ന സീറ്റായിരുന്നു. പക്ഷേ 18,000 വോട്ട്, അറൗണ്ട് 18,000 വോട്ട്സിന് ഈ പറയുന്ന പകരം വന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചു. അപ്പോൾ അതോടുകൂടി BJPയുടെ തകർച്ചയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അവിടെയാണെങ്കിലും ഒരു പോയിന്റ് ഉണ്ട്. ക്രിസ്ത്യൻ ലോയൽറ്റി അവിടെ വളരെ ക്ലിയറാണ് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന്. അതായത് പാലക്കാട് മുനിസിപ്പൽ ഏരിയയിൽ 2 കേന്ദ്രങ്ങളിലാണ് കമ്പാരിറ്റീവ്ലി മോർ ക്രിസ്ത്യൻസ് ഉള്ളത്. അല്ല, പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 6000-ഓളം ക്രിസ്ത്യൻ വോട്ടുകളേ ഉള്ളൂ. ജില്ലയിലാകെ ഏതാണ്ട് 50,000 അത്രയേ ഉള്ളൂ. പക്ഷേ അത് തന്നെ ആ മുനിസിപ്പൽ ഏരിയയിൽ കമ്പാരിറ്റീവ്ലി ക്രിസ്ത്യൻസ് കൂടുതലുള്ള 2 കേന്ദ്രങ്ങളുണ്ട്. ആ 2 കേന്ദ്രങ്ങളിലും BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട്. അതാണ് പാലക്കാടിൻ്റെ ഏരിയ. പാലക്കാട് തകർച്ച മറ്റതൊക്കെ അതൊക്കെ. അല്ല, അതിന് വേറെ കാര്യം, BJP തന്നെ പരിശോധിക്കേണ്ട ആഭ്യന്തര വിഷയങ്ങളുണ്ട്. പിന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, അതിലൊക്കെ ഉപരി SDPI തുടങ്ങിയ വോട്ടുകൾ അത് കാണാതിരിക്കരുത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രചരണത്തിന് പോകുന്ന ആളുകളുടെ കയ്യിൽ രാഹുലിൻ്റെ ഒരു ഫോട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ കണ്ടു. രാഹുൽ ഒരു 3 പേരോടെ നിൽക്കുകയാണ്. ഒരാൾ രാഹുലിൻ്റെ തോളത്ത് കൈവച്ചിട്ടുണ്ട്. അയാളുടെ കയ്യിലിരിക്കുന്ന SDPയുടെ നോട്ടീസാണ്. സൂം ചെയ്ത് നോക്കുമ്പോൾ കാണാം. അപ്പോൾ SDP പ്രവർത്തകരത്. അതെ. അല്ല, അതുകൊണ്ടാണല്ലോ അവർ ഈ റിസൾട്ട് വന്ന് ആദ്യം ആഘോഷിക്കാൻ പ്രകടനത്തിറങ്ങിയവരാണ് പ്രകടനത്തിന്. അപ്പം അങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലക്കാട് തകർച്ച നേരിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഈ ക്രിസ്ത്യൻ വോട്ട്സിൻ്റെ ഗതി വളരെ ക്ലിയറാണ്. അത് BJPക്ക് അനുകൂലമായി കൂടുതൽ കിട്ടുന്ന രീതിയിലേക്കാണ് മാറിയിരിക്കുന്നത്. പിന്നെ ബാക്കി പരാജയത്തിൻ്റെയൊക്കെ BJPയുടെ പ്രശ്നങ്ങൾ അത് അവർ ഡിസ്കസ് ചെയ്യട്ടെ. അത് പാലക്കാട് നിന്ന് എന്നോടൊരു സുഹൃത്ത് എന്നെ വിളിച്ചത്, ഈസ് എ ക്രിസ്ത്യൻ, എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഭയങ്കര നിരാശയിലാണ്. ഞങ്ങൾ വോട്ട് ചെയ്തു, പക്ഷേ ഹിന്ദുക്കൾ വോട്ട് ചെയ്തില്ല. ഹിന്ദുക്കൾ വന്ന് BJPക്കാർ വോട്ട് ചെയ്തില്ല. അതെ, അത് ആ റിസൾട്ട് വന്ന പാടെ പലരും കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഒരു നന്ദിയേടല്ലേ കാണിച്ചെന്നുള്ള പോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് നോട്ട് ദി കേസ്. ക്രിസ്ത്യൻസിൻ്റെ കേസിൽ കാര്യമായ ഒരു ഷിഫ്റ്റ് ഇൻ ലോയൽറ്റി സംഭവിച്ചിട്ടുണ്ട്. അത് ഞെട്ടിപ്പോയത് പാലക്കാട്ടെ ക്രൈസ്തവരാണ്. അപ്പോൾ അങ്ങനെ അത് അപ്പോൾ BJP തോറ്റപ്പോൾ അത് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് പാലക്കാടുണ്ട്. അപ്പോൾ പാലക്കാടായി കഴിഞ്ഞാലും പാലക്കാട് തോറ്റതൊക്കെ അത് അവർ ഡിസ്കസ് ചെയ്യട്ടെ, BJPക്കാരെ ഡിസ്കസ് ചെയ്യട്ടെ, അവരുടെ ഉത്തരവാദിത്വം അവർ മനസ്സിലാക്കട്ടെ. കാരണം ലോകത്തിലെ ഏറ്റവും വലിയ പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി, ഇന്ത്യക്ക് 3 പ്രാവശ്യം തുടർച്ചയായിട്ട് സ്റ്റേബിൾ ഭരണം കൊടുത്തൊരു പാർട്ടി BJP, ആ BJPയിലെ മെമ്പേഴ്സ് ആയിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഉത്തരവാദിത്വം എന്ന് അവർ മനസ്സിലാക്കി യുണൈറ്റഡ് ആയിട്ട് അവർ അപ്രോച്ച് ചെയ്യട്ടെ. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് മാറ്റർ.
ഇനി ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഈ പറയുന്ന നമ്മുടെ വയനാട് വയനാട് പ്രിയങ്കയ്ക്ക് രാഹുലിനേക്കാളും ഭൂരിപക്ഷം കിട്ടി. അതെ, ഭൂരിപക്ഷം കൂടുതൽ കിട്ടി. അപ്പോൾ ശരിയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, മോത്തിലാൽ, ജവഹർലാൽ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, അതേപോലെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ പല പല തലമുറകളായിട്ട് അവരുമായിട്ടൊരു ബന്ധം എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിൻ്റെ വ്യത്യാസം അതിൽ കാണും. പിന്നെ പ്രിയങ്കയാണെങ്കിൽ വളരെ എല്ലാവർക്കും അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു ആൾ കൂടിയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ ദാറ്റ് ഈസ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ളൊരു നമ്മുടെ നിഗമനമാണ്. പക്ഷേ അവിടെയും ക്രിസ്ത്യൻസിൻ്റെ വോട്ട് പ്രിയങ്ക ഗാന്ധിക്ക് അങ്ങനെ കൂടുതലായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കണക്കുകൾ അങ്ങനെ പറയുന്നു. കണക്കുകൾ അങ്ങനെ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ടുഗദർ ഒരു നിയർലി 10% ഇല്ല, മോർ ദാൻ 9%. അപ്പോൾ ആ 10% ഡിക്രീസ് വന്നിട്ട് പോലും BJPക്ക് അവിടെ വോട്ടിൻ്റെ കുറവ് വന്നിരിക്കുന്നത് 1.5%, കേവലം 1.5% കുറവേ വന്നിട്ടുള്ളൂ. ഇത് നിയർലി 10% മൊത്തം വോട്ടിംഗ് പെർസെൻറ്റേജ് കുറവുണ്ടായിട്ടും BJPക്ക് വന്നിരിക്കുന്ന കുറവ് 1.5%. അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത്, ഇതിനു മുമ്പ് മത്സരിച്ചത് സുരേന്ദ്രനാണ്. സുരേന്ദ്രൻ വന്ന് മത്സരിച്ച് കഴിഞ്ഞപ്പോൾ സുരേന്ദ്രന് വേണ്ടിയിട്ട് അവിടെ പ്രചരണം നടത്താനായിട്ട്, താരപ്രചരണം നടത്താനായിട്ട് ഇറ്റ് വാസ് എ സ്റ്റാർ സ്റ്റഡഡ് ക്യാമ്പയിൻ. സുരേന്ദ്രൻ വന്നപ്പോൾ തന്നെ ഒരു താരപരിവേഷം, അദ്ദേഹം തന്നെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോഴത്തേക്ക് ഒരു ഫോക്കസ് അവിടെ ഉണ്ടാവും. പിന്നെ ഓൾ ഇന്ത്യ പ്രസിഡന്റ് നദ്ദ തൊട്ട് ദേശീയ നേതൃത്വം വന്നു. സ്റ്റാർ സ്റ്റഡഡ് ഒരു പ്രചരണമായിരുന്നു അവിടെ വന്നിരുന്നത്. അതേസമയം ഈ പ്രാവശ്യം മത്സരിച്ചപ്പോൾ നവ്യ ഹരിദാസിന് പ്രചരണത്തിന് വന്നതിൽ നമ്മളൊരു സെലിബ്രിറ്റി എന്ന് പറയാനായിട്ട് ആകെ സുരേഷ് ഗോപി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ കാര്യമായിട്ട് ആരും അവിടെ പ്രചരണത്തിന് വന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഈ പ്രാവശ്യം 11.46% BJPക്ക് കിട്ടിയിട്ടുണ്ട് വയനാട്. അത് ഈ വയനാട് എൻ്റെ ഇലക്ഷൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് ഹയസ്റ്റ് ആണ്. സെക്കൻഡ് ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പ് ഇവിടെ ഈ സുരേന്ദ്രന് മാത്രമേ ഇതിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സെക്കൻഡ് ഹയസ്റ്റ് വോട്ട്സ് ഈ പ്രത്യേക സാഹചര്യത്തിലും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുള്ളൻകൊല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയുണ്ട്, മുള്ളൻകൊല്ലി. ആ കുടിയേറ്റ മേഖലയിൽ ക്രിസ്ത്യൻ മജോറിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ ധാരാളമുള്ള ഒരു ഏരിയ, കുടിയേറ്റ മേഖല. അവിടെ 23 ബൂത്തുകളിൽ 23 ബൂത്തുകളിൽ ഈ ക്രിസ്ത്യൻസ് ധാരാളമുള്ള സ്ഥലത്ത് 23 ബൂത്തുകളിൽ BJP സെക്കൻഡ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ ഈ 23 ബൂത്തുകളിൽ LDF ആണ് സെക്കൻഡ് വന്നത്. അപ്പോൾ ഇങ്ങനെ പിന്നെ ബത്തേരിയിൽ ധാരാളം ക്രിസ്ത്യൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ആ ബത്തേരിയിൽ സംഭവിച്ചിരിക്കുന്നത് LDF ആയിട്ടുള്ള വ്യത്യാസം കേവലം 2546 വോട്ടിൻ്റെ വ്യത്യാസമേ വന്നിട്ടുള്ളൂ. പിന്നെ ചില സ്ഥലങ്ങൾ അതേപോലെ ക്രിസ്ത്യൻസ് കൂടുതലുള്ള മറ്റ് ചില സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഈ BJPക്ക് ഈ പ്രാവശ്യം കൂടുതൽ വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്, അല്ലാതെ കുറവ് വന്നിട്ടില്ല. അപ്പോൾ ക്രിസ്ത്യൻസിൻ്റെ താല്പര്യം BJPയോട് ക്ലിയറായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ വേറെ ഒരു സംഭവം നടന്നിരിക്കുന്നത് ചേലക്കരയും ക്രിസ്ത്യൻസ് കൂടുതലുള്ള സ്ഥലങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും അവിടെ BJPക്ക് വോട്ട് കൂടിയിട്ടുണ്ട് ഈ പ്രാവശ്യം. BJPക്ക് 33,609 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ സാറ് പറഞ്ഞ പോലെ അബൌട്ട് 10,000 വോട്ടിൻ്റെ വർധനവ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൽ ഇപ്പോൾ ഈ നടന്ന ബൈ ഇലക്ഷനിൽ ദ മോറൽ ഓഫ് ദി സ്റ്റോറി മൊത്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലോയൽറ്റിയിൽ കാര്യമായ ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. അത് വന്നിരിക്കുന്നത് ക്ലിയറായിട്ട് BJPക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ ഒരു മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് മുനമ്പത്തിൻ്റെ ഒരു കേസാണ്. ഇപ്പം ചില ആൾക്കാരൊക്കെ അത് വളരെ നിസ്സാരമായിട്ട് ഒക്കെ കാണും. ഞാൻ ഏതോ ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ ഇതേപോലെ വളരെ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തിയാണ് പറഞ്ഞിരിക്കുന്നത്, BJP അവിടെ മുനമ്പത്ത് രക്തച്ചൊരിച്ചിലിന് ശ്രമിച്ചു, പക്ഷേ അത് ഒഴിവാക്കാനായിട്ട് മുസ്ലിം ലീഗിലെ നേതാക്കളും വരാപ്പുഴ വരാപ്പുഴയിലെ ബിഷപ്പും ആൾക്കാരൊക്കെ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് പറയണ കേട്ട് കഴിഞ്ഞാൽ തോന്നും ഏതാണ്ട് ഈ ബിഷപ്പിൻ്റെ ഇന്ന് പാണക്കാട്ടേക്ക് 10,000-50,000 രൂപ കടം വാങ്ങിച്ചിട്ടുണ്ട്, അത് തിരിച്ചു കൊടുത്താൽ അവർ തമ്മിലാണ്ട് സെറ്റിൽ ചെയ്യാൻ പ്രശ്നം തീർന്നു, വക്കഫ് തീർന്നു, ചീള് കേസ്. പിന്നെ അങ്ങനെയുള്ളവരോട് നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. അതിലും ഭേദം ഒരു ബോധമില്ലാത്ത
2ാം ക്ലാസ് വരെ പോലും പഠിച്ചിട്ടില്ലാത്ത ആൾക്കാരോട് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാക്കാം. പക്ഷേ ഈ വളരെ വിദ്യാസമ്പന്നനായ ആൾക്കാർ അങ്ങനെ പറയുമ്പോൾ, നിസ്സാരമായിട്ട് പറയുമ്പോൾ അവരോട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഉറങ്ങിക്കിടക്കുന്ന അയാളെ സംബന്ധിച്ച് അയാളുടെ വാതിക്കൽ വന്ന് വഖഫ് മുട്ടുമ്പടി ഇത് മനസ്സിലാവും. അത് തന്നെ അപ്പോഴേ ആ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ വിദ്യാഭ്യാസം ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല, കാര്യം മനസ്സിലാക്കാനും കൂടി കഴിയും. നമ്മുടെ ഷേക്സ്പിയറിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, കാലിബൻ എന്ന് പറഞ്ഞു. കാലിബൻ പറയും, യു ടോട്ട് മീ ലാംഗ്വേജ് ആൻഡ് ഐ നോ ഹൗ ടു കേഴ്സ്. എന്നെ ഭാഷ പഠിപ്പിച്ചുകൊണ്ട് ഞാൻ പഠിച്ചത് ഇതാണ്, ഇതാണ് ഞാൻ പഠിച്ചതെന്ന് പറയും. എന്ന് പറഞ്ഞാൽ ചിലർക്ക് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് കാര്യമില്ല, അവരങ്ങനെ പറയുള്ളൂ, അവരങ്ങനെ ആയിക്കോട്ടെ. അതെ. പക്ഷേ ഇതെനിക്ക് തോന്നുന്നത് ഇതിപ്പോൾ ഇങ്ങനെ ഒരു വിലയിരുത്തൽ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ മാധ്യമങ്ങൾ വരുന്നത്. കാരണം ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും മറ്റ് മാധ്യമ പ്രവർത്തകർക്കും ഒക്കെ അറിയാം, പക്ഷേ അവരിത് പറയുന്നില്ല. അത് നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മനോരമ, മാതൃഭൂമിയൊക്കെ അവരുടെ അഡ്വർടൈസ്മെന്റ് അല്ല, അവരുടെ ഡേറ്റ ഉണ്ട്. ഡേറ്റ ഉണ്ടെങ്കിലും ഇങ്ങനൊരു സ്വിച്ചിങ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നടന്നു എന്ന് പറയാനുള്ള വൈമുഖ്യം കൊണ്ട് പറയാത്ത. പിന്നെ അവര് അത് പറയണമെങ്കിൽ തന്നെ എവിടെയെങ്കിലും ആരും കാണാത്ത ഏതെങ്കിലും ഒരു മുക്കിലോ മൂലയിലോ കൊണ്ടുപോയി വേണമെങ്കിൽ. അല്ല, അത് അങ്ങനെയും പറഞ്ഞിട്ടില്ല. ഇതെനിക്ക് തോന്നുന്നത് കേരളത്തിലെ BJP നേതൃത്വം ഈ കണക്കുകൾ അറിയാമായിരിക്കാം. അവർ വ്യാപകമായി ഇത് പറയണം. ഈ ഇലക്ഷനെ മൊത്തം വിലയിരുത്തിക്കൊണ്ട് കേരളത്തിൽ ക്രൈസ്തവ സഹോദരങ്ങൾ BJPക്ക് അനുകൂലമായി ചിന്തിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അതിൻ്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് സത്യത്തിൽ BJP നേതൃത്വം പ്രകടമാക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻസിന് യാതൊരു ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല എന്നുള്ളൊരു കൺക്ലൂഷനിൽ തുടക്കത്തിൽ ആൾക്കാർ എത്തിയിരുന്നു. അതെ. അപ്പം അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തോട് BJP നിശ്ചയമായും നന്ദി പറയണം. അത് BJPയുടെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട BJPയുടെ പ്രവർത്തകർ, നേതൃത്വം ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരതൊന്ന് മെൻഷൻ ചെയ്താൽ മതി. നന്ദി താണ് വീണ്ടും നന്ദി പറയാനല്ല പറയാം, അങ്ങനെയല്ല, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്, ഇതാണ് കണക്കുകൾ. മാത്രമല്ല അതിൽ എനിക്ക് തോന്നുന്നു വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയത് തട്ടിൽ പിതാവാണ്. അതെ. അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, നമുക്ക് വേറെ ചിഹ്നത്തിലും വോട്ട് ചെയ്യാൻ അറിയാമെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആ മെസ്സേജ് വാസ് ലൗഡ് ആൻഡ് ക്ലിയർ. അത് ആൾക്കാർ അതേപോലെ കുറേ പേര് സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത്. ഏതായാലും ഒരു പുതിയൊരു വിലയിരുത്തലാണ്. ഈ വിവരം നമ്മുടെ ABC ചാനലിൽ പങ്കുവച്ച തോമസ് മാഷിന് പ്രത്യേകം നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.